അപ്പുറത്തേക്ക് പോയാൽ LDF-നെ സംബന്ധിച്ച് പറഞ്ഞാൽ CPM-ന് സംഘടനാപരമായി നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവരുടെ നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തുകളുണ്ട്. നഗരസഭയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. സംഘടനാപരമായി അവർക്ക് വലിയ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ കണ്ടു. കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇടതുമുന്നണിയും അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ വോട്ട് ചോദിക്കൽ എന്നത് കുടുംബയോഗങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു നടത്തുക. അതിനായി മന്ത്രിമാരൊക്കെ കുടുംബയോഗങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുക, ജനപ്രതിനിധികൾ കുടുംബയോഗങ്ങളിലേക്ക് എത്തുക. ആ നിലയിൽ മന്ത്രിമാരുടെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടൊക്കെ ഓരോ മന്ത്രിമാരെന്ന നിലയിലായിരുന്നു നിലമ്പൂരിലെ കഴിഞ്ഞ 20 ദിവസത്തെ കാഴ്ച. ചായക്കടയിൽ ചെന്നാൽ അവിടെ 2 മന്ത്രിമാർ കാണും. ഏതെങ്കിലും പഞ്ചായത്തിൽ പോയാൽ അവിടെ 2-3 മന്ത്രിമാർ കാണും. കുടുംബയോഗങ്ങളിൽ പോയാൽ അവിടെ 2 മന്ത്രിയും ഒരു MLA-യും അല്ലെങ്കിൽ 2-3 MLA-യും കാണും. അങ്ങനെ ആ നിലയിൽ മുഴുവൻ നേതാക്കളെയും ഇറക്കി ഇടതുമുന്നണി നടത്തിയ ചിട്ടയായ പ്രവർത്തനം. UDF-നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു മാനേജർ എന്ന് അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട്, ബൈപോൾ മാനേജർ എന്നതിൽ. അപ്പോൾ ആ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നേരിട്ട് നയിച്ച, അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് മാനേജ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനായി ഒരു ടീമിനെ കുടുംബയോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ നിയോഗിച്ചിരുന്നെന്ന് രാവിലെ VD സതീശൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ നടത്തിയ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ അത്രയൊന്നും ഇടതുമുന്നണിക്ക് ആളെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് VD സതീശൻ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കുടുംബയോഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ നേരിട്ടെത്തി ഒരു 10-100 പേര് വരുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഒരേ സമയം തന്നെ അത്തരം കുടുംബയോഗങ്ങൾ പല പഞ്ചായത്തുകളിൽ നടക്കുന്നു. അതിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നു, മന്ത്രിമാർ പങ്കെടുക്കുന്നു. ആ നിലയിലായിരുന്നു നിലമ്പൂരിൽ ഈ കഴിഞ്ഞ 20-22 ദിവസം പ്രചാരണം നീങ്ങിയത്. ഈ നിലയിലുള്ള കോർണർ യോഗങ്ങളോ പൊതുയോഗങ്ങളോ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ആദ്യം ഒരു ദിവസം അവിടെ വന്നു. പിന്നീട് തുടർച്ചയായി 2 ദിവസം അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി. സർക്കാരിൻ്റെ വിലയിരുത്തലായി കണക്കാക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷത്തെ കൂടി വിലയിരുത്തട്ടെ എന്ന് VD സതീശൻ പറഞ്ഞു. ആ നിലയിൽ സർക്കാരിനെ വിലയിരുത്തുന്ന, പ്രതിപക്ഷത്തെ വിലയിരുത്തുന്ന, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങളാകെ ചർച്ച ചെയ്ത, പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത സമഗ്രമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാകെ ഉയർന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അത്. അത് മുഴുവൻ രാഷ്ട്രീയ കേരളവും ഒറ്റ മണ്ഡലത്തിലേക്ക്. ഇപ്പോൾ നേരത്തെ ചേലക്കരയും പാലക്കാടും വയനാടും നടക്കുന്ന സമയത്ത് അവിടെ 3 മണ്ഡലങ്ങളുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒറ്റ മണ്ഡലത്തിലേക്ക് മുഴുവൻ രാഷ്ട്രീയ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. UDF-ന്റെ ആ പ്രചാരണ വാഹനം, അവരുടെ റോഡ് ഷോ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ ആ തുറന്ന വാഹനം ഇപ്പോൾ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. DCC പ്രസിഡന്റ് ഇതിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ പ്രചാരണത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിനെ പോലെ, ലീഗ് നേതാക്കളെ പോലെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് ഇതാ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. മേഘപാളികളിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളുടെ ക്യാമറ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾ. നിലമ്പൂർ നഗരം ഒരക്ഷരാർത്ഥത്തിൽ മനുഷ്യ മഹാസമുദ്രമായി. ഒരിടത്ത് ചുവന്ന കടൽ, ത്രിവർണ്ണ പതാക കൊണ്ട് നിറഞ്ഞ മറ്റൊരു കടൽ, BJP-യുടെ പതാക കൊണ്ട് നിറഞ്ഞ മറ്റൊരു കടൽ. അങ്ങനെ കടലുകളുടെ സംഗമം, വലിയ മനുഷ്യ മഹാസമുദ്രങ്ങളുടെ സംഗമമാണ് നിലമ്പൂർ നഗരത്തിൽ നമ്മൾ കാണുന്നത്. വിപിൻ C. വിജയൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിപിൻ, നിലമ്പൂർ നഗരത്തിൻ്റെ ആകാശ ദൃശ്യം കണ്ടാൽ 3 മേഖലകളിൽ 3 ജനസാഗരമാണ് നമ്മൾ കാണുന്നത്. ഈ ആവേശം ഇനി അവസാനിക്കാൻ 1 മണിക്കൂറില്ല. കഷ്ടിച്ച് 50-55 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന 1 മണിക്കൂർ എന്നത് പ്രവർത്തകരെ സംബന്ധിച്ച് ആവേശത്തിൻ്റെ കൊടുമുടിയേറുന്ന മണിക്കൂറുകളാണ്, അല്ലേ?